ഇന്ന് എനിക്ക് ഓഫ് ഡേ ആയിരുന്നു. ഞാൻ തന്നെ ഉള്ളൂ ഇന്ന്. ശ്രീകുട്ടി ചേച്ചിയാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോയി, ആശയാണെങ്കിൽ വെക്കേഷനിലാണ്. അതുകൊണ്ട് കുറച്ച് നേരം രാവിലെ പുറത്തോട്ട് നോക്കി നിന്നു. പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അവരുള്ളപ്പോഴാണ് ഞങ്ങൾ ആക്ച്വലി ഫുഡൊക്കെ വയ്ക്കുന്നത്. തന്നെ ഉള്ളെങ്കിൽ ഒരു ചായ കുടിച്ച് പുറത്തോട്ടൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. ഒരു കുഞ്ഞിക്കിളിയിലൊക്കെ നടക്കുന്നത് കണ്ടോ? അത് നോക്കി കുറേ നേരം ഞാൻ നിന്ന് കേട്ടോ. പിന്നെ ആരൊക്കെ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്, ആരൊക്കെ ഡ്യൂട്ടിക്ക് വരുന്നുണ്ട് എന്നൊക്കെ നോക്കി നിന്നു. പിന്നെ എൻ്റെ പ്രധാന പരിപാടി TV ഓൺ ചെയ്തിടുക എന്നുള്ളതാണ്. കാണണമെന്നൊന്നുമില്ല, എന്തെങ്കിലും യൂട്യൂബ് ഓൺ ചെയ്ത് അങ്ങ് ഇടും. അത് അവിടെ കിടന്ന് ഓടിക്കോളും. ഞാനിവിടെ ഓർഡർ ഇട്ട് ഒരു കിറ്റ് പച്ചക്കറി വാങ്ങിച്ചത് കേട്ടോ. ഇത് അതിനകത്തുള്ള ഐറ്റംസ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ സുലഭമായിട്ടൊന്നും കിട്ടത്തില്ല. ഇവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ വെക്കത്തില്ലേ സാമ്പാർ, നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ സാമ്പാറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കഷ്ണങ്ങൾ, അവിയലിന് സെപ്പറേറ്റ്. ഫോർ എക്സാമ്പിൾ അവിയലിന് തക്കാളി എടുത്തില്ല, അങ്ങനെ കുറച്ച് എന്തൊക്കെയോ ഉണ്ടല്ലോ. ഞാനിത് പറയാൻ കാരണം എൻ്റെ അമ്മ എൻ്റെ കൂടെ വിസിറ്റിങ്ങിനുണ്ടായിരുന്നു. ആ സമയത്ത് പച്ചക്കറി വാങ്ങുമ്പോൾ അമ്മ പറയും, അയ്യോ ഇതെന്തോ പച്ചക്കറിയാണ് കിട്ടുന്നത്, നമ്മുടെ നാട്ടിൽ തിരിവ് കൊടുക്കുന്ന സാധനമാണല്ലോ, നമ്മുടെ നാട്ടിൽ ചെല്ലണമല്ലോ ഇനി പച്ചക്കറി കാണാനായിട്ട്, അങ്ങനെയൊക്കെ അമ്മ പറയുമായിരുന്നു. കാരണം അമ്മയ്ക്ക് ഇവിടുത്തെ പച്ചക്കറിയോട് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. എനിവേ ഇത് വെച്ചിട്ട് ഇതെന്തായാലും ഞാനൊരാളല്ലേ ഉള്ളൂ, അപ്പോൾ ഇത്രയും പച്ചക്കറിയുടെ ആവശ്യം എനിക്കില്ല. അപ്പോൾ ഞാനിതൊരു 2-3 പ്രാവശ്യമൊക്കെ ആയിട്ടാണ് കറി വെക്കുക. അത് ഈ സാമ്പാർ അവിയലൊന്നും അല്ല ഞാൻ വെക്കുന്നത്. ഇതിനകത്ത് തന്നെ കുറേ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പയറൊക്കെ ഒത്തിരി ഉണ്ടല്ലോ, അപ്പോൾ ഈ പയർ തന്നെ ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു തോരനോ അല്ലെങ്കിൽ മെഴുക്കുരട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കും. പിന്നെ മത്തങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിന് മത്തങ്ങ ഇങ്ങനെ ഒരു പീസ്. അപ്പോൾ ഈ മത്തങ്ങ ഞാൻ സാമ്പാറിനകത്ത് പൊതുവേ ഇടാം. ഞാൻ സാമ്പാർ വെപ്പേ കുറവാണ്. പിന്നെ ഈ മത്തങ്ങ ഇങ്ങനെ കിട്ടുമ്പോൾ ഇതിനകത്ത് മത്തങ്ങ എരിശ്ശേരി എന്ന് പറഞ്ഞിട്ട് വെക്കുമല്ലോ, അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കും. ഒരാൾക്കായതുകൊണ്ട് ഇതൊക്കെ ഇനഫാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു സാമ്പാർ കിറ്റിൽ നിന്ന് മേബി ഒരു 3-4 കറികൾ ഉണ്ടാക്കാറുണ്ട്. ആ സാമ്പാർ കിറ്റിനകത്തുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ പെറുക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നേന്ന് ക്ലീൻ ചെയ്ത് സെപ്പറേറ്റ് പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കണം. ഇത് ഒരുമിച്ച് ഞാൻ ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഴുക്കായി പോകും. കാരണം ഒത്തിരി ദിവസം എനിക്ക് പെട്ടെന്നെടുത്ത് തീർക്കത്തില്ലല്ലോ. ഒരൊറ്റ ദിവസം കൊണ്ട് തീരുന്ന പച്ചക്കറികളല്ലല്ലോ അത്. അപ്പം അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് 2 ദിവസം കഴിയുമ്പോഴേക്കും അത് ചീത്തയാവാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ ഓരോന്നും വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് സെപ്പറേറ്റ് ആക്കി വെക്കുന്നതാണ് പതിവ്. ഫ്രീസാക്കി വെച്ചിട്ടുണ്ട്, ഫ്രീസറിനകത്ത് ആക്കി വെച്ചാൽ മതി. ഇപ്പം മത്തങ്ങ ആണെങ്കിൽ മത്തങ്ങ തന്നെ ഞാൻ കഷ്ണമാക്കിയിട്ട് ഒരു കീസിനകത്താക്കും, ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കി അത് ഫ്രീസറിനകത്ത് വെക്കും. പിന്നെ പയർ തന്നെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നന്നായിട്ട് വൃത്തിയാക്കി പ്ലാസ്റ്റിക് കവറിനകത്താക്കി ഫ്രീസറിനകത്ത് വെക്കും. അങ്ങനെ ഓരോന്നും. ഈ ക്യാരറ്റും നമ്മുടെ കിഴങ്ങൊന്നും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അത് പുറത്തിരുന്നാലും ചീത്തയായി പോകത്തില്ലല്ലോ. ഇതുപോലത്തെ കഷ്ണങ്ങളാണ് ചീത്തയാവുന്നത്. ഈ കുമ്പളങ്ങ, മത്തങ്ങ അങ്ങനത്തെ കഷ്ണങ്ങളാണ് പെട്ടെന്ന് ചീത്തയാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കഷ്ണങ്ങൾ നോക്കി ചൂസ് ചെയ്ത് അതിങ്ങനെ കഴുകി വൃത്തിയാക്കി ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് പതിവ്. കണ്ടോ, ഞാനിങ്ങനെ പച്ചക്കറികൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിനകത്താക്കി ഫ്രീസറിനകത്താക്കി വെക്കും. അപ്പം നമുക്ക് ഒത്തിരി നാളത്തേക്ക് എടുക്കാൻ പറ്റും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വൃത്തിയാക്കി വെച്ച ഫിഷാണ്. അതിനകത്ത് മത്തിയും അയിലയും എടുത്ത് ഞാൻ കറി വെക്കുന്നുണ്ട്.
മത്തിയും കുമ്പളങ്ങയുടെ കൂടി മുളകിട്ട് ഞാൻ കറി വെച്ചായിരുന്നു. പിന്നെ അയല എടുത്ത് ഫ്രൈ ചെയ്തായിരുന്നു. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള എൻ്റെ കറികളെല്ലാം ഇവിടെ റെഡിയായി കേട്ടോ. ഇത് മത്തി കറി വെച്ചത്, അയല ഫ്രൈ ചെയ്തത്, പിന്നെ ഇത് ഞാൻ കപ്പ ഇറച്ചി ഉണ്ടാക്കിയായിരുന്നു. അത് കപ്പ ഇറച്ചിയും പിന്നെ ഇന്നലത്തെ കുറച്ച് മീനിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അപ്പം നാട്ടിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നൈക്ക പ്രൊഡക്റ്റ്സ് ഉണ്ട് കുറച്ച്. ആദ്യം ഈ കുന്തളകാന്തി തൈലവും പിന്നെ ഹെയർ നറിഷ്മെന്റ് കോട്ടക്കലിൻ്റെയാണ്. ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് ഭയങ്കര റിവ്യൂ ഉണ്ടായിരുന്നു ഈ 2 പ്രൊഡക്റ്റിനും. ഇത് കുന്തളകാന്തി തൈലം. ഇത് തേച്ച് തലയിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ ഹെയർ നറിഷിംഗ് ഷാമ്പു ഇട്ട്, കോട്ടക്കലിൻ്റെ തന്നെ ഹെയർ നറിഷിംഗ് ഷാമ്പു ഇട്ട് കഴുകി കളയാനാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ഞാൻ യൂട്യൂബ് റിവ്യൂ കണ്ട് വാങ്ങിച്ചതാണ്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാൻ കേട്ടോ ഇത് നല്ലതാണെന്ന്. എനിക്ക് ഭയങ്കരമായിട്ടും മുടി ഹെയർ ഫോൾ ഉണ്ട്. അപ്പം പിന്നെ ഞാനൊരു സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ വാങ്ങിച്ചായിരുന്നു. ഇതിവിടെ വാങ്ങാൻ ഭയങ്കര വിലയാണ്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. നൈക്ക കയറി ഓർഡർ ഇട്ടിട്ട് അവരുടെ അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ അവൾ കൊണ്ടുവന്നതാണ്. സെറ്റാഫിലിൻ്റെ ഒരു മോയ്സ്ചറൈസറിങ് ക്രീം എനിക്ക് തീർന്നിരിക്കുമായിരുന്നു. പിന്നെ സൺസ്ക്രീൻ തീർന്നിരിക്കുമായിരുന്നു. പിന്നെ ഞാനൊരു ലിപ് ബാം വാങ്ങിച്ചായിരുന്നു. ഞാനിന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുന്തളകാന്തി തൈലം കേട്ടോ തലയിലിടുന്നത്. ആദ്യത്തെ യൂസാണ്. ഞാനത് നോക്കിയിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതിൻ്റെ സ്മെല്ല് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. സാധാരണ ഒരു തൈലത്തിൻ്റെയൊക്കെ സ്മെല്ല് അത് നമ്മുടെ തലയിൽ നിന്ന് പോകുമെന്ന് എനിക്കൊരു ഭയങ്കര ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പം ആ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്തപ്പോൾ ആ സ്മെല്ലങ്ങ് പോയി. പിന്നെ ഞാൻ ബദാമിൻ്റെ ഓയിലാണ് മുഖത്ത് വെക്കുന്നത്. ഞാൻ കുളിക്കുന്നതിന് മുന്നേ കുറച്ച് നേരം ഒന്ന് ഫേസ് മസാജ് ചെയ്യും. കുറച്ച് നേരം എന്ന് വെച്ചാൽ ഒത്തിരി നേരമല്ല, ഒരു 2 to 3 minutes ഒക്കെ ഇരുന്ന് ഞാൻ ഫേസ് മസാജ് ചെയ്യാറുണ്ട്. അത് കുളിക്കുന്നതിന് മുന്നേ അത് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ബദാമിൻ്റെ ആ ഓയിലായിരുന്നു. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞു. പക്ഷേ ആ സ്മെല്ലൊക്കെ പോയി കേട്ടോ. ആ കുന്തളകാന്തി തൈലത്തിൻ്റെ ആ ഒരു സ്മെല്ല് അങ്ങനെ തന്നെ പോയി. ഞാൻ ഇനീഷ്യലി ഭയങ്കര ഡൗട്ട് അടിച്ചായിരുന്നു അത് തേച്ചത്. സ്മെല്ല് പോവോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ അവരുടെ തന്നെ ആ ഷാമ്പു തൂത്തപ്പം ആ സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ സെറ്റാഫിലിൻ്റെ ആക്ച്വലി ഈ സെറ്റാഫിലിൻ്റെ ടോണർ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യുന്ന ബോട്ടിലിൻ്റെ ആ ടൈപ്പ് അല്ല കേട്ടോ. കോട്ടണിനകത്ത് എന്തോ തൂത്തിട്ട് നമ്മൾ തൂക്കുക ചെയ്യുന്നത്. പക്ഷേ അതെനിക്കത്ര ഇഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനതൊരു സെപ്പറേറ്റ് ഒരു സ്പ്രേ കുപ്പിയിലേക്ക് ആക്കിയിട്ട് അത് വെച്ചിട്ടാണ് എൻ്റെ ഫേസിൽ സ്പ്രേ ചെയ്യുന്നത്. അതാണ് ഇച്ചിരൂടെ കംഫർട്ടബിൾ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ മോയ്സ്ചറൈസറിങ് ക്രീം ഇട്ടു. പിന്നെ ഞാനിപ്പോൾ വാങ്ങിച്ചൊരു ലിപ് ബാമാണ്. ആ ലിപ് ബാമും യൂസ് ചെയ്തു. പിന്നെ എനിക്ക് കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു. കുളി കഴിഞ്ഞപ്പോൾ ഉള്ള തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു. അത് ഞാൻ വാഷിംഗ് മെഷീനകത്തിട്ടു. ഞങ്ങൾക്ക് ആക്ച്വലി ഇവിടെ മെഷീൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോമൺ ആയിട്ട്. ഞാനത് യൂസ് ചെയ്യാറില്ല. ഞാൻ സെപ്പറേറ്റ് എൻ്റേതായിട്ടുള്ളൊരു വാഷിംഗ് മെഷീനാണ് യൂസ് ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ തുണി അലക്കി വിളിക്കുന്നത്. ഞങ്ങളുടെ റൂമിന് പുറത്തായിട്ട് നമ്മളിങ്ങനെ സ്റ്റാൻഡ് ഫിക്സ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ആ സ്റ്റാൻഡിനകത്ത് കൊണ്ടുപോയി നമുക്ക് ഡ്രസ്സ് ഇടാനുള്ളപ്പോൾ ഇടാം. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ഹോൾഡ് ചെയ്ത് മടക്കി വെച്ചാൽ മതി. അതെല്ലാം കഴിഞ്ഞ് ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി. റൂം ക്ലീനാക്കാൻ അങ്ങനെ ഇല്ലായിരുന്നു. ഞാൻ ആ മുടിയൊക്കെ തോർത്തിയപ്പം കുറച്ച് മുടി വീണായിരുന്നു റൂമിനകത്ത്. അപ്പോൾ ആ മുടിയൊക്കെ ഒന്ന് അടിച്ചു വാരി കളഞ്ഞു. പിന്നെ വേസ്റ്റ് കൊണ്ട് പുറത്തിടാൻ വേണ്ടി പോവാം. അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ബോറടിക്കുമായിരുന്നു. ഞാൻ പിന്നെ ശ്രീക്കുട്ടി ചേച്ചീനെ കാത്ത് ഇരിക്കുമായിരുന്നു. ശ്രീക്കുട്ടി ചേച്ചി ഡ്യൂട്ടിക്ക് പോയേക്കുവാണല്ലോ. ശ്രീ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വേണം എനിക്ക് വർത്തമാനം പറയാനായിട്ട്. അതുവരെ വർത്തമാനം പറയാൻ ആരുമില്ല. അത് ഒരു റൂമിനകത്ത് ഇങ്ങനെ ടി വിയും കണ്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് കിടക്കുമല്ലേ. അപ്പോൾ എനിക്ക് ഞാനിങ്ങനെയാണ്. ശ്രീ പോവുകയാണെങ്കിൽ ശ്രീനെ നോക്കി നിൽക്കും, ആശ പോവുകയാണെങ്കിൽ ആശേനെ നോക്കി നിൽക്കും. തന്നെയാണെങ്കിൽ കേട്ടോ. അല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് വർത്തമാനം പറഞ്ഞിരിക്കും. ശ്രീ അവിടെ നിന്ന് മന്ദം വരുന്നുണ്ട്. ആരാണ്ടൊക്കെ ആയിട്ട് വർത്തമാനം പറയുന്നത്. ഫോണിനകത്താണ് നോക്കി വരുന്നത്. ഇപ്പോഴാണ് എന്നെ കാണുന്നത്. റെക്കോർഡിങ് ആണിപ്പോൾ മനസ്സിലായി. അത് അത്ര ചിരിയിരിക്കുന്നത്. എനിക്ക് നാളെ എനിക്ക് ഡേ ഡ്യൂട്ടി ആയിട്ടോ. നാളെ ഡേ ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ ഇന്നേ തന്നെ, നാളെ ഡേ ഡ്യൂട്ടി ആണെങ്കിൽ ഇന്ന് രാത്രിയിൽ യൂണിഫോം അയൺ ചെയ്ത് വയ്ക്കും. നാളെ രാവിലെ 6 മണിയാകുമ്പോഴേ ഞാൻ എണീക്കുള്ളൂ. അപ്പം 6 മണിയാകുമ്പോൾ എണീറ്റിട്ടുണ്ടെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് ഞാൻ റെഡി ആയിപ്പോവും.
ഇതൊക്കെ അയൺ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈം ഇനഫാണ്. അതെന്താ ഞാൻ കുലുക്കി നോക്കുന്നതെന്ന് അറിയാമോ? അതിനകത്ത് വെള്ളം ഒഴിക്കണം. ആ വെള്ളം തീരാറായോ എന്നാണ് ഞാൻ നോക്കുന്നത്. നാളെ ശ്രീകുട്ടി ചേച്ചിക്കും ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു വാർഡിലാണേ, ER-ൽ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഞാൻ ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് റെഡി കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ നടത്തമുള്ളതാണ്. നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കയറി കിടന്നുറങ്ങുന്നത്. എനിവേ, അത്രയും നേരം മിണ്ടാതിരുന്നതിൻ്റെ എല്ലാം ഞാൻ ശ്രീയോട് പറഞ്ഞു തീർക്കുക. ശ്രീകുട്ടി ചേച്ചി ഹോസ്പിറ്റലിൽ പോയതിൻ്റെ വിശേഷങ്ങൾ മൊത്തം എന്നോട് പറയുന്നു. ഞാൻ അത്രയും നേരം ഇരുന്നതിൻ്റെ വിശേഷങ്ങൾ പറയുന്നു. അതെല്ലാം നടക്കുന്നത് ഇങ്ങനെ ഈ നടക്കുമ്പോഴാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ TV ഒക്കെ കണ്ടിരുന്നു. TV ഒക്കെ കണ്ടിരുന്നതിന് ശേഷം പിന്നെ ഒരു 9:10 ആയപ്പോഴേക്കും ശ്രീയുടെ റൂമിൽ പോയി ഉറങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ സെപ്പറേറ്റ് റൂമിൽ പോകുന്നത്. അതുവരെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരിക്കും.